CPM പത്തനംതിട്ട തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയ പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പ്. ഇതോടെ തിരുവല്ലയിൽ CPMൽ വിഭാഗീയത രൂക്ഷമായി. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി ശ്രമിച്ചു എന്ന ഒരു വിഭാഗത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ 3 ടേമുകളിലായി CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ഫ്രാൻസിസ് വി ആന്റണി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗത്തിന് അനുകൂലമായി നിലപാടെടുത്തു എന്നായിരുന്നു ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഉയർന്ന പരാതി. വനിതാ പാർട്ടി അംഗം ഫ്രാൻസിസ് വി ആന്റണിയെ ഫോണിൽ വിളിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമെന്ന് സംസാരിച്ചിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഫ്രാൻസിസ് വി ആന്റണി ഫോണിൽ മറുപടി നൽകിയില്ല. ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പാർട്ടിയിലെ ഒരു വിഭാഗം സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കി. തുടർന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഫ്രാൻസിസ് വി ആന്റണിയെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഫ്രാൻസിസ് വി ആന്റണിയെ മാറ്റി. ഏരിയ കമ്മിറ്റി അംഗമായി ഫ്രാൻസിസ് വി ആന്റണി തുടരും. തിരുവല്ലയിൽ പാർട്ടിയിൽ കടുത്ത വിഭാഗീയതയുണ്ടെന്ന് CPIM സംസ്ഥാന സമ്മേളനം കണ്ടെത്തിയിരുന്നു. അതേസമയം ഫ്രാൻസിസ് വി ആന്റണിയെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഒരു ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ നടപടി എടുത്തതിലാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പാർട്ടി അംഗം ഫോണിൽ സംസാരിച്ചപ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഫ്രാൻസിസ് വി ആന്റണി എന്തുകൊണ്ട് താക്കീത് നൽകിയില്ല എന്നാണ് എതിർ വിഭാഗം ചോദിക്കുന്നത്. ഫ്രാൻസിസ് വി ആന്റണിക്കെതിരായ നടപടിയിലൂടെ വരും ദിവസങ്ങളിൽ തിരുവല്ലയിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത വർദ്ധിക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, പത്തനംതിട്ട.